ജനുവരി മാസം 21-ാം തീയതി രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ധ്യാനത്തിനായി വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായമാണ്. നിങ്ങളെല്ലാവരും ദയവായി ഈ അധ്യായം വായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇസ്ഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണിത്. ദൈവത്തിൻ്റെ വിശ്വസ്തത, സർവശക്തി, സ്നേഹം, കരുണ ഇവിടെയൊക്കെ തെളിവാണ് ഇസ്ഹാക്കിൻ്റെ ജനനം. അബ്രഹാമിനും സാറയ്ക്കും പ്രത്യക്ഷമായ ദൂതന്മാർ അവരോട് പറഞ്ഞത്, അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു മകൻ ജനിക്കും, നിങ്ങളൊരു മകനെ അണച്ചുകൊള്ളും എന്നാണ്. പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് സാറ ഒരു മകന് ജന്മം നൽകി. ആ മകന് ഇസ്ഹാക്ക് എന്ന പേരിട്ടു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നതിൽ യാതൊരുവിധ പരാജയവും കാണിച്ചില്ല. ഒരു പരാജയവും വന്നില്ല. ദൈവത്തിന് സമയത്തെക്കുറിച്ചോ തൻ്റെ പരിപാടികളെക്കുറിച്ചോ ഒരിക്കലും തെറ്റുവരാറില്ല. മകൻ ജനിച്ച ശേഷം 8-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാം ഇസ്ഹാക്കിനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവിടെ തന്നെ ഇസ്ഹാക്കിൻ്റെ മുലകുടി മാറി ഏകദേശം 3 വയസ്സായപ്പോൾ അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു. തൻ്റെ സ്നേഹിതന്മാരെയും ഒരുപക്ഷേ അയൽക്കാരെയും മറ്റാളുകളെയും ഒക്കെ അബ്രഹാം ക്ഷണിച്ചു. ആളുകൾ വന്നുകൂടി. വളരെ സന്തോഷമുള്ളൊരു സമയമായിരുന്നു ആ കുടുംബത്തിന്. ദീർഘകാലം അവരാശിച്ചിരുന്ന ഒരു മകനെ ദൈവം നൽകി. ആ മകനെ ദൈവം നൽകിയതിൻ്റെ സന്തോഷം കൊണ്ടാടുവാനായിട്ട് അവരങ്ങനെ ഒരു വിരുന്ന് ഒരുക്കി. എന്നാൽ ആ വിരുന്നിൽ ഒരു കല്ലുകടിയുണ്ടായി. ഇസ്ഹാക്കിൻ്റെ അമ്മയായ സാറ നോക്കിയപ്പോൾ ഇസ്മായിൽ ഇസ്ഹാക്കിനെ പരിഹസിക്കുന്നതായിട്ട് കണ്ടു. അത് സാറയ്ക്ക് ഒട്ടും സഹിച്ചില്ല. ന്യായമായൊരു കാര്യമാണ്. എന്ത് പറഞ്ഞാണ് പരിഹസിച്ചത് നമുക്കറിയില്ല. ഒരുപക്ഷേ വയസ്സായ ഒരു സ്ത്രീ ആണമ്മ എന്ന് പറഞ്ഞാണോ പരിഹസിച്ചത് അറിയില്ല. ഏതായാലും സാറയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരു കാര്യമായിട്ട് സാറ അബ്രഹാമിനോട് പറഞ്ഞു, ദാസിയുടെ മകനും എൻ്റെ മകനും കൂടെ ഒരുമിച്ച് വളരുന്നത് ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല. ദാസിയുടെ മകൻ വാഗ്ദത്ത പുത്രനോടുകൂടി അവകാശിയാകുവാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. എന്നാൽ അബ്രഹാമിനത് വളരെ ഉളവാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം അബ്രഹാം ഇസ്മയിലിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. മക്കളില്ലാതിരുന്നതായിരിക്കുന്ന വർഷങ്ങളിൽ മാനസികമായ ബലഹീനത കൊണ്ട് കാട്ടിക്കൂട്ടിയ ഒരു പരിപാടി അനുസരിച്ചാണ് ഇസ്മായിൽ ജനിച്ചതെന്ന് വന്നാലും ആ ഇസ്മായിലിനെ അങ്ങേയറ്റം അബ്രഹാം സ്നേഹിച്ചിരുന്നു. അവനിപ്പോൾ 10-12 വയസ്സുമായി. അങ്ങനെ ആ സമയത്ത് ആ മകനെ ഇറക്കി വിടണം, ഉപേക്ഷിക്കണം എന്നുള്ള സാറയുടെ നിർദ്ദേശം അബ്രഹാമിന് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു വലിയ പ്രദർശനമാണ് ഇസ്മായിലിനെ സംബന്ധിച്ചും ഹാഗാറിനെ സംബന്ധിച്ചുമുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ കാണിക്കുന്നത്. അബ്രഹാം അങ്ങനെ ഇസ്മായിലിനെ ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് വിഷണ്ണനായിരിക്കുമ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിൻ്റെ മകൻ ഇസ്മായിലിനെയും അവൻ്റെ അമ്മ ഹാഗാറിനെയും ഭവനത്തിൽ നിന്നും പുറത്താക്കുവാൻ നീ ഒട്ടും ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞു. കാരണം നിൻ്റെ അവകാശി വാഗ്ദത്തപുത്രനായിരിക്കുന്ന ഇസ്ഹാക്ക് തന്നെയായിരിക്കും. എന്നാൽ ദൈവം ഒരു കാര്യം കൂടെ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ഇസ്മായിലിനെ അനുഗ്രഹിക്കും, നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, അവനും നിൻ്റെ മകനല്ലോ, അവനെ ഞാൻ അനുഗ്രഹിക്കും, അവനെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തവും കൊടുത്തു. ഈ അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ദൈവം അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദാസിയുടെ മകനെയും ഞാൻ വലിയൊരു ജാതിയാക്കും, അവൻ നിൻ്റെ സന്തതിയല്ലോ. അബ്രഹാമും സാറയും സ്വന്തം ബുദ്ധിയിൽ മെനഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു പരിപാടി അനുസരിച്ചാണ് ഹാഗാറിനെ അബ്രഹാമിന് നൽകുകയും ഇസ്മായിൽ ജനിക്കുകയും ചെയ്തത്. അപ്പോൾ ആ വിധത്തിൽ സാറ ആ മകനെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരളവിൽ അതൊരു അന്യായമാണ് എന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ പരിപാടിയിൽ അത് വാഗ്ദത്ത പുത്രനായി ദൈവം കണക്കാക്കുന്നത് ഇസ്മായിലിനെ അല്ല, പിന്നെയോ ഇസ്ഹാക്കിനെയാണ്. അതുകൊണ്ട് നീ ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കണം. എന്നാൽ ഒരു കാര്യം ദൈവം ഉറപ്പ് നൽകി, ഞാൻ ഇസ്മായിലിനെ അനുഗ്രഹിക്കും എന്നുള്ളത്. തെറ്റ് ചെയ്യാതെ ജീവിക്കുകയാണ് നാം വേണ്ടത്. എന്നാൽ പലപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നാം കാണിക്കുന്നതായിരിക്കുന്ന തെറ്റുകളെ ദൈവം ന്യായീകരിക്കുകയില്ലെങ്കിലും
ദൈവം കരുണയും കൃപയും ഉള്ളവനായതുകൊണ്ട് നമ്മുടെ തെറ്റുകളെയും ദൈവം ചിലപ്പോൾ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും. ഇശ്മയേലിനെ ദൈവം തീർച്ചയായും അനുഗ്രഹിച്ചു, അവൻ വലിയൊരു ജാതിയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണവും ദൈവത്തിൻ്റെ വാഗ്ദത്വവും അനുസരിച്ച് ഇശ്മയേലല്ല, ഇസ്ഹാക്ക് തന്നെയാണ് അവകാശി. അങ്ങനെ ദൈവം അവനെ അവകാശിയാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ നാം ഒരിക്കലും ന്യായീകരിക്കുവാനായിട്ട് പോകരുത്. എന്നാൽ ദൈവം കരുണയുള്ളവനാണ്. ചില സമയങ്ങളിൽ നമ്മുടെ തെറ്റുകളെ നമ്മോട് ക്ഷമിക്കുകയും ആ തെറ്റുകളിൽ നിന്നും നന്മയുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ തെറ്റുകൾ നന്മയുണ്ടാക്കുമെന്ന് വിചാരിച്ച് നാം ഒരിക്കലും തെറ്റുകൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുവാനായി വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.